ബിഗ് ടി വി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്വയം ഇല്ലാതായി മാറിയ ആദ്യ വനിതാ റിപ്പോർട്ടർ എന്ന ക്രിസ്ത്യൻ വധുവായാൽ എങ്ങനെ ഇരിക്കും, ഇതിന് മെഹന്തി ഇട്ടാൽ എങ്ങനെ ഇരിക്കും, ആ വേഷങ്ങളെല്ലാം ചിലർ എന്നെ വിളിച്ച് കംപ്ലൈന്റ് പറഞ്ഞു. സുജയുടെ ഒരു മുഖം കണ്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. വിവാഹം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പോലും ഇപ്പോൾ ഒരു PR വർക്കായിട്ട് മാറിക്കൊണ്ടിരിക്കും. ഞാൻ എപ്പോഴും എൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എൻ്റെ മക്കളുടെ കാര്യം ചേർത്താ പറയാം. ഒരു കഴിഞ്ഞ വർഷം എൻ്റെ പെൺകുട്ടി, അവളുടെ ക്ലാസ്സിലെ പെൺകുട്ടികളെല്ലാം എല്ലാവരും വിവാഹം കഴിച്ചു പോകുന്നുണ്ട്. അവൾ കുറേ ഫോട്ടോസ് അയച്ചു തന്നു. ഞാനത് വലിയ കാര്യമായിട്ട് ഫേസ്ബുക്കിലിട്ടു. ക്രിസ്ത്യൻ വധുവായാൽ എങ്ങനെ ഇരിക്കും, ഇതിന് മെഹന്തി ഇട്ടാൽ എങ്ങനെ ഇരിക്കും, ആ വേഷങ്ങളെല്ലാം ചിലർ എന്നെ വിളിച്ച് കംപ്ലൈൻറ്റ് പറഞ്ഞു. മോളുടെ എല്ലാം പറയുന്ന ശാലിൻ മോളുടെ കല്യാണം പറഞ്ഞില്ല. ഞാൻ അപ്പോഴാണ് ആലോചിച്ചത്, എന്താ ആക്ച്വലി AI അവൾ ഉണ്ടാക്കി തന്ന കുറേ ചിത്രങ്ങൾ ഞാൻ എങ്ങനെയായിരിക്കണം എന്ന് ചിന്തിക്കുന്ന ലോകത്തിലേക്ക്. അപ്പോൾ ഇന്ന് നമ്മളീ പറയുന്ന ആദ്യമേ എന്നോട് റോഷിനി ചോദിച്ച ഒരു ചോദ്യത്തിലേക്ക് വരുമ്പോൾ, സ്ത്രീയെ യഥാർത്ഥത്തിൽ ഇന്ന് സമൂഹം എന്ന് പറയുന്നത് ഇന്നൊരു സോഷ്യൽ മീഡിയയും AI-യുമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹം ഇന്ന് നോക്കിക്കാണുന്നതും അത് തന്നെയാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഒരു സഹോദരി സുഹൃത്താണ് നമ്മുടെ സുജയുടെ ഒരു മുഖം കണ്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ബിഗ് ടി വി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്വയം ഇല്ലാതായി മാറിയ ആദ്യ വനിതാ റിപ്പോർട്ടർ എന്നാണ് എനിക്ക് തോന്നിയത്. അതായത് സുജയ ക്ഷമിക്കുന്നല്ല, ബട്ട് യു നോ ദ വൺ തിങ്, ഷീ ഡിഡ് എ ഗുഡ് മാർക്കറ്റിംഗ്. എൻ്റെ ഒരു ഭയങ്കര വലിയൊരു ആഗ്രഹങ്ങളിൽ പെടുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള മാർക്കറ്റിംഗ് ടീമുകളെ കണ്ടെത്തുക. നല്ലൊരു PR വർക്ക് അതിൻ്റെ പിന്നിലുണ്ട്. സോ ഇന്ന് ലൈഫ് മൊത്തം ഒരു PR വർക്കിൻ്റെ പിന്നിലാണ്. അവിടെയാണ് നിങ്ങൾ കുറച്ച് മുമ്പ് ചോദിച്ച മറ്റൊരു ചോദ്യം, നല്ല ഭാര്യയും ഭർത്താവും. ഇതെല്ലാം PR വർക്കാണ്. വിവാഹം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പോലും ഇപ്പോൾ ഒരു PR വർക്കായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അതായത് ഇനി നമ്മളൊന്ന് കുറച്ചുകൂടി പോയി ഏതെങ്കിലും വിഷയത്തിൽ പിടിപെടുമ്പോഴായിരിക്കും ഇന്ന് സ്വന്തം ഭാര്യ തന്നെയാണോ അത് എന്നുള്ളത് പിന്നീടാണ് അറിയുന്നത്. ഇതെല്ലാം ഒരു ഗീവ് ആൻഡ് ടേക്കിലൂടെ ഇന്ന് മുന്നോട്ട് പോകുന്ന സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് കൂടുതലുള്ളത്. അതിപ്പോൾ ഇവിടെ സ്ത്രീ പുരുഷ ബന്ധങ്ങളായാലും മക്കളും അമ്മയും പാരൻസും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ബന്ധമായാലും എല്ലായിടത്തും ഇന്ന് ഈ പറയുന്നത് പോലെ ഈ പറയുന്ന മീഡിയയും ഫിൽറ്ററും AI-യും അതുപോലെ ഈ പറയുന്ന ആളുകളും PR-കളും